എന്നും ഇങ്ങനെ ഡ്യൂട്ടി, വീട്, പിള്ളേർക്കാണെങ്കിലും സ്കൂള്, വീട് ഇതൊക്കെ തന്നെയാണ്. വിൻ്റർ ടൈം ആയാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ സമയം പോകാൻ ഇതിൽ കൂടുതൽ വലിയ പരിപാടികളൊന്നുമില്ല കേട്ടോ. പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് പിന്നെ ഫുട്ബോൾ ട്രെയിനിങ്ങും മാച്ചും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാം. നമുക്ക് ഈ ഡ്യൂട്ടിയും വീടും തന്നെയാണ് ശരണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു റിലാക്സേഷനൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുക എന്നുള്ളത്. നേരത്തെ തന്നെ ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ബെഡ്റൂമായിരുന്നു. പിന്നെ ചെന്നപ്പോഴേ ലഗേജൊക്കെ എടുത്തു വെച്ചു. ചെന്നതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ഒരു ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ കടകളൊക്കെ ഒന്ന് കയറി ഇറങ്ങി കാണുക. എല്ലാം മേടിക്കുന്നതിലല്ലല്ലോ കാര്യം, ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ട് പോരുക എന്നുള്ളതാണ്. അധിക നേരം പിന്നെ കടകളിൽ കൂടെ ഒന്നും കയറി ഇറങ്ങി നിരങ്ങാൻ സമയം കിട്ടിയില്ല കേട്ടോ. വേഗം തന്നെ റൂമിലെത്തിയ സ്വിമ്മിംഗ് പൂളിനുള്ള ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചൊന്ന് ഫ്രഷായി നമ്മൾ തിരിച്ച് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് പോയത്. ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് വാങ്ങിയത്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിൽ കൊണ്ടുവന്നിട്ട് അവിടെയാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഇതേ രാവിലെ ആയി കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു രാവിലത്തേത്. നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ആ സമയം കൊണ്ട് ഇവർ എല്ലാവരും രാവിലെ ജിമ്മിലും പൂളിലും ഒക്കെ വീണ്ടും ഒന്ന് പോയി തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലോഞ്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കാണെങ്കിലും ഞങ്ങൾ നല്ല ആസ്വദിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞത്. ചെക്കൗട്ടിന് ഇനിയും സമയമുള്ളത് കൊണ്ട് നമുക്ക് ധൃതി വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ അവിടെ ലോഞ്ചിൽ പോയിരുന്നിട്ട് ഇന്നത്തെ ദിവസത്തെ ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണ്. ഇവർക്ക് വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദേ ഇവിടെ ഇങ്ങനെ പോസ്റ്റായിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെക്കൗട്ടിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഹോട്ടലിനോടും ആ സ്ഥലത്തിനോടും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നെങ്കിലും തിരിച്ചു പോകാൻ നേരത്ത് വേണ്ട നല്ല അടിപൊളി ചൂടും വെയിലും ഒക്കെയാണ്. കണ്ടിന്യൂസ് ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ട് ഈ വർക്ക് പ്രഷറും സ്ട്രെസ് ലെവലും എല്ലാം കൂടെ ആയിക്കോട്ട് നമ്മളുടെ ബാറ്ററി ലെവലൊക്കെ അങ്ങ് ലോ ആയി ചാർജ് ഇപ്പം തീരുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു യാത്ര പോവുമോ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യുകയോ ഒക്കെ ചെയ്താലുണ്ടല്ലോ ഞാൻ ഗ്യാരണ്ടിയാണ് നമ്മൾ മൈൻഡ് ആൻഡ് ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആകും കേട്ടോ. അപ്പോൾ ബൈ ബൈ.